എന്ത് വിഷമിപ്പിക്കുന്ന കാര്യമാണെങ്കിലും സന്ദീപിനത് എന്നോട് തുറന്നു പറയാലോ. പിന്നെ എന്തിനാ ഇങ്ങനെ അമാന്തിക്കുന്നത്? വേറൊന്നുമല്ല വിദ്യാമ്മേ, അമ്മയുടെ ഈ വാശിക്കും വൈരാഗ്യത്തിനും മുന്നിൽ മറ്റൊന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങാൻ തീരുമാനിച്ചിരിക്കുക. ദൈവയുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ അവളെ മറക്കുക. ആ ആഗ്രഹം എന്നേക്കുമായി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഉപേക്ഷിക്കുക. പക്ഷേ അതിനു മുമ്പ് ദേവൂട്ടിക്ക് വേണ്ടി ഒരു കാര്യം കൂടി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. വിദ്യാമ്മ ദേവൂട്ടിയുമായിട്ട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് വരണം. അമ്മയിൽ നിന്ന് ആ മോതിരം ദേവൂട്ടിക്ക് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കണം. അതിനുശേഷം ദേവൂട്ടി എന്ന മോഹം എന്നേക്കുമായിട്ട് ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാ. പക്ഷേ അതിലൊരു കുഴപ്പമുണ്ടല്ലോ സന്ദീപ്. എന്തു കുഴപ്പം? ദേവൂട്ടിക്ക് ആ മോതിരം തിരിച്ചു കിട്ടിയാൽ അവൾക്ക് വീണ്ടും ദേവീ കടാക്ഷം ഉണ്ടാവും. അതോടെ അവൾക്ക് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങൾ അവളിൽ നിന്ന് ഒഴിഞ്ഞു പോവും. പക്ഷെ അവൾക്ക് ഇഷ്ടമുള്ള ബന്ധങ്ങൾ അവളിലേക്ക് തിരികെ എത്തുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ അവൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റുമെന്ന് സന്ദീപിന് തോന്നുന്നുണ്ടോ? എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല വിദ്യാമ്മേ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷേ എതിർപക്ഷത്ത് എനിക്ക് ജന്മം തന്ന എന്നെ പെറ്റമ്മയായിപ്പോയി. ഞാൻ കാരണം ആ അമ്മ സങ്കടപ്പെടുന്നത് എനിക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ട് മാത്രമാണ് എല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാവുന്നത്. പിന്നെ എൻ്റെ ഈ തീരുമാനം കൊണ്ട് ദേവൂട്ടിക്ക് നല്ലത് സംഭവിക്കുമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ലേ വിദ്യാമ്മേ നല്ലത്? നല്ലതും ചീത്തയും ഏതാണെന്ന് സാക്ഷാൽ ജഗദംബ തന്നെ തീരുമാനിക്കട്ടെ. അതെ, ഇനി അങ്ങോട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മൂകാംബിക ദേവിക്ക് സമർപ്പിക്കുക. എന്താണ് വേണ്ടതെന്നും എന്താണ് വേണ്ടാത്തതെന്നും മൂകാംബിക ദേവി തന്നെ തീരുമാനിക്കട്ടെ. ഞാനും അങ്ങനെ കരുതി സമാധാനിക്കുക. സന്ദീപിന് വേണ്ടി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാം. എന്നും ദേവിയുടെ അനുഗ്രഹം നിനക്കുണ്ടാവട്ടെ. തമ്പിയേട്ടാ, അത് സന്ദീപ് ഇതുവരെ വന്നിട്ടില്ല. അവൻ വീണ്ടും എന്നോട് പിണങ്ങി നടക്കാന്നാ തോന്നുന്നേ. അതൊന്നും സാരമില്ലെന്നേ. നിങ്ങളോട് രണ്ടുപേരോടും ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. ആ ദേവൂട്ടിയെ കൊണ്ട് ഇനി നമുക്ക് അധികം തലവേദന ഉണ്ടാവില്ല. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്ത് തീരുമാനം? അവളുടെ കല്യാണം നിശ്ചയിച്ചു ഗഗൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട്. ആളൊരു പ്രമാണിയും റൗഡിയൊക്കെയാ. പക്ഷേ അവനെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് ദേവൂട്ടി തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സന്ദീപിന്റെ കാര്യം ആലോചിച്ച് ഇനി ടെൻഷനാവൊന്നും വേണ്ട. അവനെ അവളെ കിട്ടാൻ പോകുന്നില്ല. അവളുടെ വിവാഹം ഉറപ്പിച്ചെന്ന് സന്ദീപനോട് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാനത് എത്ര കാര്യമാക്കിയില്ല. എന്നാ കാര്യമാക്കിക്കോ. കല്യാണം ഉടനെ ഉണ്ടാവും. അത് അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ശ്രീകലാമ്മയുടെ ടെൻഷൻ മാറി കിട്ടിയല്ലോ. ഇനി നമുക്ക് നാളെ തന്നെ നാട്ടിലേക്ക് പൊയ്ക്കൂടെ? എനിക്കാണെങ്കി ഇവിടെ വല്ലാണ്ട് മടുത്ത ഡാഡി. അതെ അതെ. അല്ല തമ്പിയേട്ടാ, സന്ദീപ് വരാതെ നമ്മള് മാത്രം പോയിട്ട് എങ്ങനെയാ? സന്ദീപ് വരുന്നില്ലെങ്കിൽ വരണ്ട. എന്നാലേ ഇപ്പൊ ഇത് അവനോട് പറയാൻ പോണ്ട. അവനും കൂടി വന്നാലേ കമ്പനിയിലെ കാര്യങ്ങൾ ശരിയാവൂന്ന് നമുക്ക് അവനോട് പറയാം. അപ്പ ചിലപ്പോ മനസ്സുമടുത്ത് നമുക്കൊപ്പം വരാൻ തയ്യാറായേക്കും. ഇനിയിപ്പോ അങ്ങനെ വന്നില്ലെങ്കിൽ കൂടി
ആ ഗഗന്റെയും ദേവൂട്ടിയുടെയും കല്യാണം കഴിയുമ്പോ അവൻ ഉറപ്പായും ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവൻ തിരിച്ചു വരും. അവനെ കൂടെ വരുത്താൻ ഒരു വഴിയുണ്ട്. ഞാൻ ഈ മോതിരം തിരിച്ച് ദേവൂട്ടിക്ക് കൊടുക്കാന്ന് സമ്മതിച്ചാ മതി. അത് വേണ്ട ശ്രീകളെ. ഈ മോതിരം ഇപ്പോ നിന്റെ രക്ഷാമോതിരവാ. അത് നഷ്ടപ്പെടുത്തിയ ചിലപ്പോ ഇനിയും അനർത്ഥങ്ങൾ ഉണ്ടായാലോ? അത് ശരിയാ ശ്രീകലാമ്മ. ചിലപ്പോ ഈ മോതിരം തിരിച്ചു കൊടുത്താലേ ശ്രീകലാമ്മയുടെ ശബ്ദം വീണ്ടും പോയാലോ? ഓ, അതുപോലെ നമുക്കാർക്കെങ്കിലും അപകടം പറ്റുമോന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും മോതിരം അവൾക്ക് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്താ അത് മണ്ടത്തരാവും. സന്ദീപ് വരുമ്പോ നമുക്കൊന്നുകൂടി സംസാരിച്ചു നോക്കാം. അവൻ വരുന്നെങ്കിൽ നമ്മുടെ കൂടെ വരട്ടെ, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ തുടരട്ടെ. പക്ഷെ തമ്പിയേട്ട അവനെ തനിച്ചാക്കി. ഒന്നുമില്ലടോ, ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നുമ്പോ അവൻ നമ്മുടെ അടുത്തേക്ക് വരാതെ പിന്നെ എവിടെ പോവാനാ? താൻ സമാധാനിക്കേ. ഇരിക്കും മോളെ. മോളെ, നീ എന്താ മുറിയെ തന്നെ അടച്ചിരിക്കുന്നെ? ഒന്നും കഴിക്കുന്നില്ലേ? മോളുടെ മനസ്സ് അച്ഛന് നന്നായി മനസ്സിലാകുന്നുണ്ട്. 12 വർഷം സൗവർണികയിൽ നിന്ന് നിന്നെ കിട്ടിയിട്ട് 12 വർഷം തയ്യാറായി. ഇത്രയും നാള് നീയായിരുന്നു ഈ വീടിന്റെ വിളക്കും വെട്ടും ഒക്കെ. ഈ 12ാം വർഷം അതും നഷ്ടമാവുകയാണ് എനിക്ക്. ദേവി അങ്ങനെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോ അച്ഛന് പേടിയാവുന്നു മോളെ.